ലോകത്തിലെ ഏറ്റവും വലിയ മിടുക്കൻ ആരാണെന്നറിയണ്ടേ? കാതികയിലെ ഈ കഥ കേൾക്കാം. കാതികയിലേക്ക് സ്വാഗതം. ഈ കഥ തുടങ്ങുന്നത് ഒരു വിമാനത്തിൽ വെച്ചാണ്, ഒരു ഫ്ലൈറ്റിൽ വെച്ചാണ്. ആ ഫ്ലൈറ്റിൽ പൈലറ്റ് കൂടാതെ, ഒരു ചെറിയ ഫ്ലൈറ്റായിരുന്നു, അത് കാരണം പൈലറ്റ് കൂടാതെ ഒരു ഡോക്ടറും ഒരു വക്കീലും ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിയും ഒരു പുരോഹിതനും ഉണ്ടായിരുന്നു, ഒരു പ്രീസ്റ്റും ഉണ്ടായിരുന്നു. ഇവർ 4 പേരും ആ ചെറിയ ഫ്ലൈറ്റിൽ പൈലറ്റിനോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഞായറാഴ്ച ഉച്ച സമയമായിരുന്നു. അതൊരു ചെറിയ പ്രൈവറ്റ് പ്ലെയിനായിരുന്നു. സാധാരണ പ്ലെയിനുകളിൽ നമ്മൾ പോകുമ്പോൾ അത് നമ്മൾ കണ്ടിട്ടില്ല, ഇഷ്ടംപോലെ ആൾക്കാർ യാത്ര ചെയ്യുന്നു. പ്രൈവറ്റ് പ്ലെയിൻ ചെറിയ പ്ലെയിൻ ആയിരിക്കും, അതിൽ കുറച്ച് പേർക്ക് യാത്ര ചെയ്യാൻ പറ്റും. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. പ്ലെയിനിന് എന്തോ തകരാറ് വന്നു. പൈലറ്റ് ചെയ്യാവുന്നതെല്ലാം ചെയ്തു നോക്കി, എന്നിട്ടും അയാൾക്ക് മനസ്സിലായി ഈ പ്ലെയിൻ ക്രാഷ് ചെയ്യാൻ പോവുകയാണ്, ഈ പ്ലെയിൻ താഴേക്ക് വീഴാൻ പോവാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി. അവസാനം പൈലറ്റ് ഒരു പാരഷൂട്ട് എടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ 4 പേരും ചാടിക്കോളൂ, ഈ പ്ലെയിൻ ക്രാഷ് ചെയ്യാൻ പോവുകയാണ്. അതായത് മൂക്കും കൊത്തി പ്ലെയിൻ ഇപ്പോൾ താഴേക്ക് വീണ് തീ പിടിച്ച് പോകും, അതിനു മുമ്പ് പാരഷൂട്ട് എടുത്ത് ചാടുക, അപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നും പറഞ്ഞ് പൈലറ്റ് പ്ലെയിനിൽ നിന്ന് എടുത്ത് ചാടി. പക്ഷേ 4 പേർക്കായിട്ട് 3 പാരഷൂട്ടേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഒരാൾക്കൊരു പാരഷൂട്ടല്ലേ ഉപയോഗിക്കാൻ പറ്റും. 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഡോക്ടർ ആദ്യം ഒരെണ്ണം ചാടിയെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു ഡോക്ടറാണ്, ഞാൻ എല്ലാവരുടെ ജീവിതം രക്ഷിക്കുന്ന ഒരാളാണ്, എനിക്ക് ജീവിക്കണം എന്നും പറഞ്ഞ് ആ പാരഷൂട്ട് എടുത്തു ഒറ്റ ചാട്ടം. വക്കീലും മടിച്ചില്ല. വക്കീൽ പറഞ്ഞു, ഞാനൊരു വക്കീലാണ്, വക്കീലന്മാരാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ മിടുക്കന്മാർ, എനിക്ക് ജീവിക്കണം. അയാൾ പാരഷൂട്ട് എടുത്ത് ഒറ്റ ചാട്ടം. ആ പുരോഹിതൻ ആ കുഞ്ഞു കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മകനെ, ഞാൻ കുറേ നാൾ ജീവിച്ചു, നിന്നെക്കാളും കൂടുതൽ ജീവിച്ചു. നീ ഇപ്പോഴും ചെറുപ്പമാണ്, നീ ഒരു കുഞ്ഞു കുട്ടിയാണ്, നിനക്ക് ജീവിതം മുഴുവനും നിന്റെ മുന്നിൽ കിടക്കുന്നു. നീ ആ പാരഷൂട്ട് എടുത്തിട്ട് ചാടിക്കോളൂ മകനെ. ആ പാരഷൂട്ട് വൈദികനെ തിരിച്ചു കൊടുത്തുകൊണ്ട് ആ കുഞ്ഞുമോൻ പറഞ്ഞു, പേടിക്കണ്ടച്ചാ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ മിടുക്കനെ എൻ്റെ ബാഗ് എടുത്താണ് ചാടിയിരിക്കണത്. കൂട്ടുകാർക്ക് ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലായത്? നിങ്ങളുടെ ജോലി അല്ല നിങ്ങളെ തിരിച്ചറിയുന്നത്, നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ് നിങ്ങളെപ്പോഴും തിരിച്ചറിയുന്നത്. നിങ്ങൾ എത്രയോ വലിയ ആളാകാം, നല്ല ജോലിയുള്ള ആളാകാം, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന സൽപ്രവൃത്തി കൊണ്ടാണ് നിങ്ങളെ എല്ലാവരും തിരിച്ചറിയാൻ പോകുന്നത്. ഈ ചെറിയ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഞങ്ങൾ കൂടുതൽ കഥകളുമായി വീണ്ടും വരുന്നതായിരിക്കും. അടുത്ത കഥ കേൾക്കും വരെ നന്ദി, നമസ്കാരം.